കേരളത്തിലെ PSC മാത്രമാണ് ഇത്രയധികം അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വേറൊരു മിനുക്ക് വാചകമാണ്. ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് കേരളത്തിലെ PSC. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ PSC വഴി സർക്കാർ സർവീസിൽ വല്ലോ സേവനം ഉണ്ടെങ്കിൽ അല്ലാതെ വേറെ വ്യവസായങ്ങളൊന്നുമില്ല, വേറെ തൊഴിൽ സാധ്യതകളില്ല. പിന്നെ ഉള്ളത് ആകപ്പാടെ IT മേഖലയാണ്. അത് എല്ലാവരും ഒന്നും IT പഠിച്ചവരായിരിക്കത്തില്ല. ഇനി അതും കഴിഞ്ഞാൽ വ്യാപാരികളുടെ മേഖലയിൽ, അതായത് സേവന സ്കൂൾ കോളേജ് മേഖലകൾ എന്നൊക്കെ പറഞ്ഞാൽ എയ്ഡഡ് സെക്ടറാണ് ഗവൺമെന്റ് സെക്ടറിനേക്കാൾ മുന്തി നിൽക്കുന്നത്. അപ്പൊ എയ്ഡഡ് സെക്ടറിലെ തൊഴിലുകൾ അവരവർക്ക് വേണ്ടപ്പെട്ടവർക്കാ കൊടുക്കുക. പൊതുവെ തൊഴിൽ തേടി നടക്കുന്നവർക്ക് തൊഴിൽ കിട്ടാവുന്ന ഏക മാർഗം ഈ പറയപ്പെട്ട PSC വഴിയാണ്. അങ്ങനെ മാത്രമാണ്, അത് മാത്രം നോക്കി അത് വലിയൊരു കാര്യമായിട്ട് പറയണ്ട. എന്താ പറയണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഗുജറാത്ത്, കേരളത്തെക്കാൾ എത്രയോ വലിയ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിന്റെ റവന്യൂ വകുപ്പിൽ 300 ജീവനക്കാരേ ഉള്ളൂ. 2012-13 പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഞാൻ മെമ്പറായിരുന്നപ്പോൾ ഞാൻ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പഠിച്ചതാണ്. അവിടുത്തെ റവന്യൂ സെക്ടർ അതിനുശേഷം വികസിച്ചിട്ടില്ലല്ലോ. 300 ജീവനക്കാരേ ഉള്ളൂ. വലിയ ഒരു റവന്യൂ സെക്ടറിന്റെ ഉടമയാണ് ഗുജറാത്ത് ഗവൺമെന്റ്. പക്ഷെ ഇവിടെ ഈ കൊച്ചു കേരളത്തില്, ഇങ്ങനെ ഇരിക്കുന്ന ഈ കൊച്ചു കേരളത്തില് 3000-ലധികം ജീവനക്കാരുണ്ട് റവന്യൂ സെക്ടറിൽ. അപ്പൊ ഇവിടെ എല്ലാ വകുപ്പിലും എക്സസ് എംപ്ലോയീസ് ആണ് എന്ന കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ വരുമാനത്തിന്റെ ഒരു നല്ല ഭാഗം ശമ്പളവും പെൻഷനുമായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ എയ്ഡഡ് സെക്ടറും കൂടിയുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ആവശ്യത്തിലധികം എംപ്ലോയീസ് ഉണ്ട് ഓരോ വകുപ്പിലും. പിന്നെ എയ്ഡഡ് സെക്ടറും ഇവരെല്ലാരും കൂടി ചേരുമ്പോൾ റവന്യൂ ചോർന്നു പോകുന്നു ഒരു വശത്ത്. അപ്പം മുഖ്യമന്ത്രി പറയുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ PSC വഴിയുള്ള അപ്പോയിന്റ്മെന്റ്. ശരിയാണ്. കാരണം ഇവിടെ ഗവൺമെന്റിൽ മാത്രമേ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. അതേ സമയത്ത് ഗുജറാത്ത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വ്യാവസായിക മേഖലകളുണ്ട്, അവിടെയൊക്കെ ജോലികളുണ്ട്. അവിടെയൊക്കെയുള്ള ജോലി വേണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഗവൺമെന്റ് സർവീസിലേക്ക് ഇവർ ചെല്ലുകയുള്ളൂ. കാരണം ഗവൺമെന്റ് സർവീസിലേക്കാൾ കൂടുതൽ ശമ്പളവും സൗകര്യങ്ങളും സ്വകാര്യ സർവീസുകളിൽ ഉണ്ടായിരിക്കും, നല്ല വ്യവസായങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുമെന്നത്. അപ്പൊ അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ PSC വഴി, പക്ഷെ ഇവിടുത്തെ PSC വഴി കൊടുത്തതിനെ പറ്റിയും ഒരു റിപ്പോർട്ട്, ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് പറഞ്ഞ പല കാര്യങ്ങളും നിയമസഭാ രേഖയിൽ നിന്ന് എനിക്കിന്ന് കിട്ടുകയുണ്ടായി. അതെന്താണ് നിയമസഭാ രേഖകളിൽ നിന്ന് എനിക്ക് കിട്ടിയത്? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അതിനെ കംപ്ലീറ്റ് ആയിട്ടും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിയമസഭാ രേഖയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ആ വാതിൽ അടച്ചിടൂ എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞതിനെ പറ്റി വന്നിരിക്കുന്ന വാർത്ത. ഏത് വാതിൽ അടച്ചിടണ്ടേ? പിൻവാതിൽ നിയമനവാതിൽ. അതായത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ PSC വഴിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നതെന്ന്. പക്ഷെ ഈ ഗവൺമെന്റ്, ഈ 2021 പിണറായി സർക്കാർ ഗവൺമെന്റ് വന്നതിന് ശേഷം, അതായത് മുൻവാതിലൂടെ PSC വഴിയായിട്ട് വളരെ കുറച്ച് അപ്പോയിന്റ്മെന്റ്സേ നടത്തിയിട്ടുള്ളൂ. എല്ലാം പിൻവാതിൽ നിയമനമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ആ ഭരണപരിഷ്കാര കമ്മീഷൻ കണ്ടെത്തിയത്. അതാണ് ഒരു ചോദ്യത്തിന് ഉത്തരമായി നിയമസഭയിലൂടെ പുറത്തു വന്നത്. അപ്പൊ എന്താണ് നിയമസഭയിലൂടെ പുറത്തു വന്നത് എന്ന് ഞാൻ പറയാം, ഒന്ന് നോക്കിയിട്ട് പറയാം. അതായത് KSRTCയിലെ 2021 ശേഷം ഇതുവരെയുള്ള 24-ലാണ് ഈ റിപ്പോർട്ട് പിന്നെ നിയമ സഭയിൽ വരുന്നത് രേഖകള്. അപ്പൊ അതുവരെയുള്ള 21 മെയ് തൊട്ട് 24 മെയ് വരെയുള്ള കാലഘട്ടത്തില്, 2021 മെയ് തൊട്ട് 2024 മെയ് വരെയുള്ള കാലഘട്ടത്തില് KSRTCയിൽ നടത്തിയിരിക്കുന്ന, അപ്പൊ അതില് ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ആ വാതിൽ അടയ്ക്കൂ. ഏത് വാതിൽ അടയ്ക്കണ്ടേ? പിൻവാതിൽ നിയമനം നടത്തുന്ന പിൻവാതിൽ. ആ വാതിൽ അടച്ചിട്ടിട്ട് മുൻവാതിൽ വഴിയായിട്ട്, എന്ന് വെച്ചാൽ PSC വഴിയായിട്ട് മാത്രം അപ്പോയിന്റ്മെന്റ്സ് നടത്തണം. അതും ക്വാളിറ്റി നോക്കി, അതായത് വേണ്ട എല്ലാ തരത്തിലുള്ള കടമ്പകളും കടന്നു വരുന്നവരെ മാത്രം അപ്പോയിന്റ് ചെയ്യുക. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഇൻഡിക്കേഷൻ. അപ്പൊ എന്താണ് KSRTCയിൽ ആകെ നടത്തി ഈ 4 കൊല്ലം കൊണ്ട് നടത്തിയത് 2 PSC വഴി നടത്തിയത് 2. ആരോഗ്യ വകുപ്പ് 6972, വാട്ടർ അതോറിറ്റി 2037, ഉന്നത വിദ്യാഭ്യാസം 11002,
പൊതുവിദ്യാഭ്യാസം ഈ 323. ഈ 323 എന്ന് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 10,000-ത്തിലധികം വേക്കൻസികൾ കിടക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ആകെ നടത്തിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്സ് 323 മാത്രമാണ്. ഇനി സാങ്കേതിക വിദ്യാഭ്യാസം 670 വേക്കൻസികളാണ് ഫില്ല് ചെയ്തത്. പിന്നെ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 150 അപ്പോയിന്റ്മെന്റ്സ് നടത്തിയിട്ടുള്ളൂ. അതായത് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 10,000-ത്തിലധികം വേക്കൻസികൾ കിടക്കുന്നു. ആ 10,000-ത്തിലധികം വേക്കൻസികൾ കിടക്കുന്നിടത്താണ് ഈ 150 വേക്കൻസികൾ മാത്രം ഫില്ല് ചെയ്ത് ബാക്കിയെല്ലാം ഇപ്പോഴും അത് പിന്നെ ഫില്ല് ചെയ്യാതെ കിടക്കുകയാണ്. സഹകരണ ബാങ്കുകൾ 177 അപ്പം അങ്ങനെ വിവിധ വകുപ്പുകളിലായിട്ട് ആയിരക്കണക്കിന് ജോലി. അതായത് അത് മാത്രവുമല്ല, ഈ ഭരണപരിഷ്കാര കമ്മീഷൻ പറയുന്നുണ്ട് 25 ലക്ഷത്തിലധികം തൊഴിൽ രഹിതർ ആപ്ലിക്കേഷൻ കൊടുത്ത PSC വഴി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുമ്പോഴാണ് പിൻവാതിൽ നിയമനം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പിൻവാതിൽ നിയമനം നടത്തിയിട്ട് മുൻവാതിൽ നിയമനം നടത്തുന്നു എന്ന മഹത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഇത്തരം ശുദ്ധ അസംബന്ധ നാടകങ്ങൾ ജനത്തിന് മുൻപിൽ കളിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ല. അങ്ങ് ഓർക്കണം, ആ പുസ്തകത്തിന്റെ പേര് 7 Deadly Economic Sins, 7 മാരക സാമ്പത്തിക പാപങ്ങൾ. ആ പാപങ്ങൾക്ക് അടിപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് താങ്കൾക്ക് കഴിയുന്നത്. അപ്പൊ ഇതുപോലെ ഞാനിപ്പോ 4-5 എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഇതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ, അതായത് വലിയ കാര്യങ്ങളും, നമ്മൾ ഫിസിക്കൽ ക്രൈസിസിന്റെ കാര്യം തന്നെ നമുക്ക് അതും കൂടി ഞാൻ പറഞ്ഞിട്ടേ നിർത്തുന്നുള്ളൂ. അതായത് ഫിസിക്കൽ ക്രൈസിസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് പിന്നെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞു വീണ്ടും UDF ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ കേരളം കടക്കണിയിലേക്ക് പോകുമെന്ന്. LDF വന്നു, 2ാം ഊഴം തീരാറാകുന്നു. കേരളം കടക്കണിയിലേക്ക് പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു കണ്ണായിവൻസ്, ഒരു ഒത്തുകളി, ആ ഒത്തുകളിയുടെ ഫലമായിട്ടായിരിക്കും കേരളം കടക്കണിയിൽ എന്ന് പറയാത്തതും കേരളത്തെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാക്കാത്തതും. അത് മാത്രവുമല്ല, കേന്ദ്ര ഗവൺമെന്റും അത്ര പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ ഒക്കെ വക്രീകരിച്ചും സ്വന്തം ഇഷ്ടപ്രകാരം കീറി വലിച്ചെറിഞ്ഞും ഒക്കെയാണ് മുൻപോട്ട് പോകുന്നത്. സെസ് വഴിയായിട്ട്, അതുപോലെ തന്നെ സെൻട്രൽ സർചാർജ് വഴിയായിട്ട് ഒക്കെ സംസ്ഥാനങ്ങളെ ഒരുപാട് പ്രതിരോധത്തിലാക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അതുപോലെ തന്നെയാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്. അതിലൊക്കെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ പങ്ക് വളരെ പരിമിതമായിരുന്നത് ഒരുപാട് വർദ്ധിപ്പിച്ചു. കേന്ദ്രത്തിന്റെ ഷെയർ കുറച്ചു ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ഡിഫൻസിലാക്കുന്നുണ്ട്, ഫിസ്ക്കലായിട്ട് ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് സെസ്സും സർചാർജുമായിട്ടൊക്കെ ഒരുപാട് കൂടുതൽ കളക്ട് ചെയ്യുമ്പം ആ എമൗണ്ട് സെൻട്രൽ പൂളിൽ വരില്ല, അതിന്റെ ഷെയർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയുമില്ല. അങ്ങനെ സംസ്ഥാനങ്ങളെ ഡിഫൻസിലാക്കുന്നുണ്ട് ഫിസ്ക്കലായിട്ട് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റിന് ഒരു ഏകപക്ഷീയമായ നയം, രാഷ്ട്രപതി ഭരണം എന്നൊന്നും കൊണ്ടുവരാൻ ഒക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ കോടതിയിൽ പോയാല് സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് ചേർന്ന് നിന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും പോകാത്തത്. അപ്പൊ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വലിയ വലിയ കൊട്ടിഘോഷങ്ങൾ നടത്തുമ്പോൾ ഓർക്കുക, കഴിഞ്ഞ 9 വർഷവും കേരളം നാശോന്മുഖമായി ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു U-ടേൺ ആവശ്യമാണ്. ഈ ഗവൺമെന്റ് മാറിയിട്ട് ഇതിന് ബദലായിട്ട് നല്ല ലക്ഷ്യബോധമുള്ള ഒരു ഗവൺമെന്റ് വരണം. ഓട്ടിസന്റെ 7 Deadly Economic Sins ബാധിക്കാത്ത ഒരു നേതാവ്, അതായത് ഒരു മുഖ്യമന്ത്രി ഇവിടെ വരണം. വന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ. അത് എങ്കിൽ പോലും വളരെ കാലങ്ങൾ എടുക്കും. കാരണം വളരെ കാലം കൊണ്ട് പോലും മാറ്റിയെടുക്കാൻ പറ്റാത്തത്ര വലിയ ഡാമേജ് ആണ്. അതായത് ഹാർട്ടും കിഡ്നിയും ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേരളത്തിന്റെ. അങ്ങനെ തരിപ്പണമായിരിക്കുന്ന കേരളത്തെ വീണ്ടും എടുക്കുക എന്ന് പറയുന്നത്
ഒരു ഭഗീരഥ പ്രയത്നം കൊണ്ട് മാത്രമേ പറ്റൂ. അതിനെന്താ വേണ്ടത്? എല്ലാത്തരം ചികിത്സകളും കൂടി ആയുർവേദവും അലോപ്പതിയും യുനാനിയും എല്ലാം ചേർത്ത് ചികിത്സിക്കേണ്ടി വരും. അതിന് തക്ക കഴിവും മിഴിവുമുള്ള ഒരു നേതാവ് വരണം. അത് ഒരു കാരണവശാലും LDF അതുപോലുള്ള നേതാക്കൾ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. LDF പൊതു സ്വഭാവം അനുസരിച്ച്, ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്വഭാവം അനുസരിച്ച് അത്ര ക്രാന്തദർശിത്വമുള്ള ഒരു നേതാവുണ്ട് എന്ന് തോന്നുന്നില്ല. സ്വന്തം പോക്കറ്റിൽ മാത്രം കണ്ണുവെക്കുന്ന നേതാക്കന്മാർ ഉണ്ടാകാം. അങ്ങനത്തെ നേതാക്കന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.